നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമാക്കി കോൺഗ്രസ്. മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ കടുത്ത തീരുമാനമെന്ന സൂചന നൽകി വി ഡി സതീശൻ. ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണ ഉയർത്തിക്കാട്ടി KC പക്ഷം. സീനിയോറിറ്റിക്ക് മുൻഗണന നൽകണമെന്ന് ചെന്നിത്തല. ഘടകകക്ഷികളുമായി ചർച്ച നാളെ. MLA-മാരുടെ നിലപാടും പാർട്ടിക്കകത്തെ പൊതുവികാരവും ഹൈക്കമാൻഡ് ചർച്ച ചെയ്യും. അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധിയുടേത്. ഡൽഹിയിലും കണ്ണൂരും കൊല്ലത്തും KC വേണുഗോപാലിനായി ഫ്ലെക്സുകൾ. നയിച്ചവൻ നായകനെന്ന ഫ്ലെക്സ് ബോർഡ്. കോട്ടയത്ത് KCയുടെ ഫ്ലെക്സിൽ കരിയോയിൽ ഒഴിച്ചു. ജാതി പറഞ്ഞ് നടക്കുന്നവർക്കൊപ്പം ജനമില്ല എന്ന് തെളിഞ്ഞുവെന്ന് വെള്ളാപ്പള്ളിക്കെതിരെ പരോക്ഷ പരാമർശവുമായി KC വേണുഗോപാൽ. മണലൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം സ്റ്റേ ചെയ്യാൻ നിയമ നടപടിക്ക് TN പ്രതാപൻ. പരാജയം പരിശോധിക്കാൻ CPM CPI നേതൃയോഗങ്ങൾ നാളെ. പിണറായിക്കെതിരെയും MV ഗോവിന്ദനെതിരെയും കണ്ണൂരിൽ പോസ്റ്റർ. കനത്ത പരാജയത്തിൽ CPM-നെതിരെ രൂക്ഷ വിമർശനമുയർത്തി CPI മുഖപത്രം. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ ഇല്ലെങ്കിൽ KN ബാലഗോപാലിന് സാധ്യത. 3 സീറ്റ് എന്ന ചരിത്ര വിജയത്തിലും വോട്ട് വിഹിതത്തിലെ കുറവിൽ BJPക്ക് ആശങ്ക. സംസ്ഥാനത്ത് ഭരണമാറ്റത്തെ തുടർന്ന് കിഫ്ബി CEO സ്ഥാനം KM എബ്രഹാം രാജിവെച്ചു. രാജി മുഖ്യമന്ത്രിക്ക് കൈമാറി. പകരം ചുമതല അഡീഷണൽ CEO മിനി ആന്റണിക്ക്. പാലക്കാട്ടെ കോൺഗ്രസ് ആഹ്ലാദ പ്രകടനത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ CPM-ന്റെ പ്രതിഷേധം. നഗരത്തിൽ UDF-ന്റെ ബാനർ വലിച്ചുകീറി. കോൺഗ്രസിന്റെ കൊടിമരം തകർത്തു. പോലീസിനെ വെല്ലുവിളിച്ച ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ബംഗാളിൽ സർക്കാർ രൂപീകരണത്തിലേക്ക് കടന്ന BJP. 9-ന് സത്യപ്രതിജ്ഞയെന്ന സൂചന. മമതയെ ഭവാനിപ്പൂരിൽ പരാജയപ്പെടുത്തിയ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. മുഖ്യമന്ത്രി പദം രാജിവെക്കില്ലെന്നും ധാർമ്മിക വിജയം TMCക്കെന്നും മമത. ബംഗാളിലും അസമിലും BJPക്കെതിരെ വോട്ട് ചോരി ആരോപണവുമായി മമതയും രാഹുൽ ഗാന്ധി. വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രി പദത്തിലേക്ക്. നിയമസഭാ കക്ഷി നേതാവായി വിജയെ തെരഞ്ഞെടുത്തു. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്ന TVK. MLA-മാരോട് ചെന്നൈയിൽ തുടരാൻ നിർദ്ദേശം. കോൺഗ്രസിന്റെ പിന്തുണ തേടി രാഹുലിന് നന്ദി പറഞ്ഞും വിജയ്. കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ ഭാവി തുലാസിലാക്കിയ തിരിച്ചടിയിൽ റോഷി അഗസ്റ്റിനെതിരെ രൂക്ഷ വിമർശനം. മുന്നണി മാറ്റത്തിനുള്ള അവസരം ലഭിച്ചപ്പോൾ ഉപയോഗിച്ചില്ല എന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ പുതിയടത്ത്. കണ്ണൂരിലെ ഇടത് കോട്ടകളിലെ വിജയം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ നേട്ടമെന്ന CPM വിട്ട വിമതർ. മലയാള സിനിമാ സീരിയലുകളിൽ വില്ലൻ വേഷങ്ങളിലൂടെയും ഹാസ്യ കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ നടൻ സന്തോഷ് K. നായർ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ പത്തനംതിട്ട ഏനാത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഹൃദയാഘാതം മൂലമായിരുന്നു അന്ത്യം. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.